VM സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. മദ്യവ്യാപനം കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് പറയുന്ന സർക്കാരിൻ്റെ അവസ്ഥ എന്താ? ഈ സർക്കാർ 2 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചപ്പോഴും ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം എന്താണ്? മദ്യം ഒരു സാമൂഹ്യ വിപത്തായി കേരളത്തിൽ മാറിയിരിക്കുന്നു. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവരുന്ന അതിന് സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്നതായിരുന്നു അവരുടെ വാഗ്ദാനം. ആ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ലംഘിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ഒരു ജനവഞ്ചന കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ നീക്കം നിഷ്കളങ്കമായ ഒരു നടപടിയാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. കാരണം ആ തരത്തിലല്ല എന്ന് നമുക്കറിയാം. കാരണം കുറേ നാളായി ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. സെക്രട്ടറി തലത്തിൽ ചർച്ച, ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച, സബ്ജക്ട് കമ്മിറ്റി തലത്തിൽ ചർച്ച, ഇങ്ങനെ പല തലങ്ങളിലായി ചർച്ച ചെയ്ത് അവസാനം ഡ്രൈ ഡേ അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ IT മേഖല പോലുള്ള മേഖലകളിലേക്ക് മദ്യവ്യാപനം എത്തിക്കുക. ഇത് സർക്കാരിൻ്റെ അജണ്ടയാണ്, യാതൊരു സംശയവും വേണ്ട, സർക്കാരിൻ്റെ അജണ്ടയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അജണ്ടയല്ല. അതിൻ്റെ പിന്നിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം UDF സർക്കാരിൻ്റെ കാലത്ത് ഈ കേവലം UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് UDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 1000-ലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട്, അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു 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 അലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇപ്പം മന്ത്രി നിഷേധിക്കുന്നു, സംഘടനാ ഭാരവാഹികൾ നിഷേധിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശരിയാണ്, എന്തോ ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം വരും, ഡ്രൈ ഡേ അവസാനിപ്പിക്കും, അതുപോലെ തന്നെ മറ്റു മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കും എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തോ പരാതി ബാർക്കോഴ വിവാദത്തിൽ VM സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.